കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം ഇന്നലകളിൽ പരിശോധിച്ചാൽ പോലും ഇതിനു മുമ്പും SNDPക്കാകട്ടെ NSSനാകട്ടെ ഒരു വലിയ വോട്ട് ശക്തിയായി പ്രവർത്തിക്കാൻ സംഘടനാ തലത്തിൽ സാധിച്ചിട്ടുണ്ട് എന്ന് വിലയിരുത്താൻ സാധിക്കില്ല. ഒരുപക്ഷെ ക്രൈസ്തവ വിഭാഗത്തിലോ ഇസ്ലാമിക വിഭാഗത്തിലോ കുറച്ചുകൂടി സംഘടിതമായി വോട്ട് പോൾ ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ടായെങ്കിൽ ഹൈന്ദവ വിഭാഗങ്ങളിൽ അത്തരമൊരു പൊതുചരിത്രം നമുക്ക് കാണാനേ സാധിക്കാറില്ല. അതുമാത്രവുമല്ല, ഇപ്പോൾ സൂചിപ്പിക്കുന്ന SNDPയെ സംബന്ധിച്ചിടത്തോളം ആദ്യമായല്ല ഒരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് നടക്കുന്നത്. നേരത്തെ വിനോദ് തന്നെ അതിൻ്റെ ഒരു ചരിത്രം പറയുമ്പോൾ SRP എന്നൊരു പൊളിറ്റിക്കൽ പാർട്ടി രൂപീകരിക്കുകയും ആ പാർട്ടി സഖ്യമായി നിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും ഒക്കെ ചെയ്തു. പിന്നീട് ഈ BDJSന്റെ രൂപീകരണം ഉണ്ടായി. BDJSന് ഈഴവക്കോട്ടകളിൽ എത്രത്തോളം കരുത്ത് കാണിക്കാൻ സാധിച്ചു എന്നൊക്കെ ആ ഡേറ്റ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് തന്നെയാണ് ഈ നേതാക്കളുടെ പ്രതികരണങ്ങൾക്ക് അണികൾ എത്രത്തോളം വില നൽകാറുണ്ട്, അത് കൂട്ടമായി വോട്ടായി മാറുന്ന ഒരു ചരിത്രം കേരളത്തിൽ ഇന്നേ വരെ ഇല്ല എന്ന് പറയുമ്പോൾ ഇനി നമുക്കറിയേണ്ടത് SNDPയുടെ തുടർ നീക്കങ്ങൾ ഈ വിഷയത്തിൽ എന്തു തന്നെയായിരിക്കും എന്നതാണ്. അതായത് ഇപ്പോഴത്തെ NSSന്റെ നീക്കത്തെ അതിൻ്റെ പൂർണ്ണ രൂപം പുറത്തു വരട്ടെ എന്നാണ് കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. എന്തുകൊണ്ട് NSS ഇപ്പോൾ പിന്മാറുന്നു, NSS എന്താണ് കൃത്യമായി കാരണം പറയുന്നത് എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം. എന്തായാലും ഈ തീരുമാനം എടുത്ത് മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ഇനി SNDPക്ക് നിലപാട് പറയേണ്ടതുണ്ട്. എങ്ങനെയാണ് ഈ തീരുമാനത്തെ SNDP വിലയിരുത്തുന്നത് എന്നതാണ് അറിയേണ്ടത്. NSS ഇന്നലെ നടത്തിയിട്ടുള്ള വിശദീകരണം, അതായത് ഐക്യത്തിൻ്റെ ഒരു സാഹചര്യം ഇപ്പോഴില്ല എന്ന NSSന്റെ വിശദീകരണം തൃപ്തികരമാണോ എന്നത് അറിയേണ്ടതുണ്ട്. അതിനൊക്കെ അപ്പുറത്ത് വെള്ളാപ്പള്ളി നടേശൻ എന്ന സംഘടനാ നേതാവ് പലപ്പോഴും അതിരൂക്ഷമായ ഭാഷയിൽ പ്രതികരിക്കുന്ന നേതാവാണ്. പ്രത്യേകിച്ച് മലപ്പുറം പരാമർശമൊക്കെ നമ്മൾ കേട്ടതാണ്. മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ്, അവിടെ മറ്റു വിഭാഗങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള സ്വാതന്ത്ര്യവുമില്ല എന്ന തരത്തിലൊക്കെയുള്ള അതിരൂക്ഷമായ പ്രതികരണങ്ങൾ വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. എങ്കിൽ ഇപ്പോഴത്തെ NSSന്റെ ഈ നീക്കത്തിൽ എന്താകും പറയാനുള്ളത്? ആ വിശദാംശങ്ങളിലേക്കാണ് ഞാൻ പോകുന്നത്. ശരണ്യ സ്നേഹജൻ ആണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഞാൻ ശരണ്യയിലേക്ക് പോകുമ്പോൾ, ശരണ്യ, ഇങ്ങനെയൊരു തീരുമാനം, അതായത് കൃത്യമായി പറഞ്ഞാൽ 8ാം ദിവസം 8 നിലയിൽ പൊട്ടിയ ഒരു സഖ്യനീക്കം എന്ന് തന്നെ പറയുമ്പോൾ അതിനെ SNDP എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? SNDPയുടെ ഭാഗത്ത് നിന്ന് ഇനി കൂടുതൽ പ്രതികരണങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. ഇന്ന് തന്നെ അത്തരം സാധ്യതകൾ നമുക്ക് മുന്നിലുണ്ടോ ശരണ്യ? ഇല്ല എന്നുള്ളതാണ് അഭിലാഷ യാഥാർത്ഥ്യം. കാരണം വെള്ളാപ്പള്ളി നടേശൻ ഉടൻ തന്നെ മാധ്യമങ്ങളെ കാണുന്നില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയത്. ഇന്ന് രാവിലെ നമ്മൾ അദ്ദേഹത്തെ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഉടൻ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറല്ല എന്നുള്ള രീതിയിലുള്ള പ്രതികരണമാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇന്നിപ്പോൾ ചില ആവശ്യങ്ങൾക്കായി എറണാകുളത്ത് തുടക്കഘട്ടത്തിൽ ഇന്നലെ മാധ്യമങ്ങളെ അദ്ദേഹം കാണുമെന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. അതിനുശേഷം പിന്നീട് അത് ഇന്നും കാണുമെന്ന അത്തരത്തിൽ മാധ്യമ പ്രവർത്തകർക്കിടയിൽ ഉള്ള അറിയിപ്പായി ലഭ്യമായിരുന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞത് താൻ അത്തരത്തിൽ ആരെയും അറിയിച്ചിട്ടില്ല, മറിച്ച് തനിക്ക് ചില ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് എറണാകുളത്ത് പോകേണ്ടതുണ്ട്, അതുകൊണ്ട് തന്നെ ഇന്ന് മാധ്യമങ്ങളെ കാണില്ല എന്നുള്ളതും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഈ ആഴ്ച മുഴുവൻ അത്തരത്തിലൊരു കൂടിക്കാഴ്ച ഉണ്ടാവില്ല എന്നുള്ള സൂചനകളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിനകത്ത് ആദ്യഘട്ടത്തിൽ, അതായത് തുഷാർ വെള്ളാപ്പള്ളിയെ ഇത്തരം ഒരു ചുമതല ഏൽപ്പിക്കുന്ന ഘട്ടത്തിൽ തന്നെ നമ്മൾ ഉന്നയിച്ച ഒരു ചോദ്യമായിരുന്നു. അതായത് NSSുമായി ചർച്ച ചെയ്യാനായി SNDP യോഗം നിയോഗിച്ചത് SNDP യോഗത്തിൻ്റെ വൈസ് പ്രസിഡന്റായ തുഷാർ വെള്ളാപ്പള്ളിയാണ്. പക്ഷേ SNDP യോഗത്തിൻ്റെ വൈസ് പ്രസിഡന്റായ തുഷാർ വെള്ളാപ്പള്ളി NDAയുടെ അധ്യക്ഷൻ കൂടിയാണ്. അതായത് അത്തരത്തിൽ നിൽക്കുന്ന ഒരാൾ എങ്ങനെ ഇതിനകത്ത് രാഷ്ട്രീയ കാഴ്ചപ്പാടുകളില്ലാതെ ഒരു ഇടപെടൽ നടത്തും? അത് അത്രമാത്രം അങ്ങനെ ഒരു രാഷ്ട്രീയമായ കാഴ്ചപ്പാടില്ല എന്ന് പറയുമ്പോഴും അതെങ്ങനെ വിശ്വസിക്കാനാകുമെന്നുള്ള ചോദ്യം നമ്മൾ തുഷാറിനോട് ചോദിച്ചിരുന്നു. അന്ന് തുഷാർ വെള്ളാപ്പള്ളി നമുക്ക് നൽകിയ ഒരു മറുപടി എന്ന് പറയുന്നത് താൻ അത്തരത്തിൽ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളോട് കൂടിയല്ല പോകുന്നത്, മറിച്ച് SNDP യോഗത്തിൻ്റെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ചുമതലപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോകുന്നതെന്നുള്ളതാണ്. നമ്മളിപ്പോൾ SNDP യോഗം എടുത്ത് പരിശോധിക്കാൻ BDJS എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ രൂപീകരണം നോക്കുമ്പോൾ അതിനകത്ത് ബഹുഭൂരിപക്ഷം വരുന്ന SNDP പ്രവർത്തകരും BDJSന്റെ പ്രവർത്തകരാണ്. അപ്പോൾ ഈ BDJSന്റെ പ്രവർത്തകരായി നേതൃസ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾ ശരിക്കും പറഞ്ഞാൽ അന്ന് SNDPയുടെ ഈ ഒരു യോഗം, അതായത് ഐക്യത്തെ സംബന്ധിച്ച് 21-ന് ആലപ്പുഴയിൽ ചേർന്ന യോഗത്തിന് ശേഷം ഉച്ചയ്ക്ക് ശേഷം നടന്നത്
BDJSന്റെ യോഗമാണ്. അതായത് ആ പ്രതിനിധികളെല്ലാം തന്നെ BDJSന്റെ നേതൃതലത്തിൽ നിന്നുകൊണ്ട് അവരും ഉച്ചയ്ക്ക് ശേഷം പാർട്ടി യോഗത്തിലും പങ്കെടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് രീതിയിൽ കാര്യങ്ങൾ നിൽക്കുമ്പോൾ അതിന് എത്രമാത്രം ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് എത്രമാത്രം തെളിമയുണ്ട് എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമായിരുന്നു. അതിൻ്റെ മറുപടി ഇത് ഇപ്പോൾ സുകുമാരൻ നായരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. തുഷാർ വെള്ളാപ്പള്ളി തങ്ങളുമായി ചർച്ച നടത്താൻ വരേണ്ടതില്ല എന്ന് അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സുകുമാരൻ നായർ പറഞ്ഞത്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന അതിൻ്റെ അധ്യക്ഷ സ്ഥാനത്തുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ രാഷ്ട്രീയമുണ്ടോ എന്നുള്ള ധാരണ കൂടി അവർക്ക് സംശയം കൂടി നിലനിൽക്കുന്നു എന്ന് പറയുന്നു. അതാണ് NSS അതിനകത്തെടുത്ത കൃത്യമായൊരു നിലപാട്. ഇതിലൊരു രാഷ്ട്രീയം കൊണ്ടുവരാനാണോ ഉദ്ദേശിക്കുന്നത്, രാഷ്ട്രീയ ലക്ഷ്യമാണോ? NSSും ഈ ഒരു കൂടിച്ചേരലിന് പിന്നിൽ രാഷ്ട്രീയം എന്തായാലും ഈ സാമുദായിക സംഘടനകൾ ഇത്തരത്തിലൊരു ഐക്യത്തിലേക്ക് പോകുക എന്ന് പറയുന്നത് അവരുടെ ആവശ്യം ഒറ്റക്കെട്ടായി സർക്കാരുകൾക്ക് മേൽ അത് ആവശ്യപ്പെടുക എന്നുള്ളതും അത് ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി സമ്മർദ്ദം ചെലുത്തുക, അത് രാഷ്ട്രീയ കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ്. പക്ഷേ അതിനകത്തേക്ക് BJP എന്നുള്ള രീതിയിൽ അതിനെ കൊണ്ടുവരാനുള്ളൊരു ശ്രമം അല്ലെങ്കിൽ ND എന്നുള്ള രീതിയിൽ കൊണ്ടുവരാനുള്ള ശ്രമം നടക്കുന്നുണ്ടോ എന്നുള്ള ആ ഒരു അല്ലെങ്കിൽ ആ രീതിയിൽ ഇതിനെ പറഞ്ഞൊഴിയാൻ കഴിയുന്ന രീതിയിൽ തുഷാറിനെ അധ്യക്ഷ സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാനായി കൊണ്ടുവന്നതാണ് SNDPക്ക് ആദ്യം പറ്റിയ തെറ്റ് എന്ന് തന്നെ നമുക്ക് പറയാം. അത് തീർച്ചയായും നമ്മൾ ഉൾപ്പെടെ ചോദിച്ചൊരു ചോദ്യമാണ്. എങ്ങനെ അത്ര ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അധ്യക്ഷൻ എങ്ങനെ ഈ ചർച്ചകൾക്ക് നേതൃത്വം കൊടുക്കുമെന്നുള്ളത്. എന്തായാലും ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതൊരു വലിയ ഒരുപക്ഷെ വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറയുന്നത് NDAയുടെ പ്രതിനിധിയായി BDJS എത്തുമ്പോഴും അതിനപ്പുറത്തേക്ക് സംസ്ഥാനത്ത് വരാൻ പോകുന്ന ഒരു തിരഞ്ഞെടുപ്പും അതുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷത്തിന് കുറെ കൂടി ഗുണം ചെയ്യുന്ന രീതിയിലേക്ക് ഈ സാമുദായിക ഐക്യം കൊണ്ടുവരിക അല്ലെങ്കിൽ ആളുകളിൽ അത്തരത്തിലൊരു ധ്വനി ജനിപ്പിക്കുന്ന രീതിയിൽ കൊണ്ടുവരാൻ കഴിയും. ഇങ്ങനൊരു ഐക്യം അത് വരുന്നുണ്ട്. പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ സ്വാഭാവികമായും അത് ഇടതുപക്ഷത്തോടൊപ്പമാകും എന്നുള്ളൊരു ചിന്ത കൊണ്ടുവരാൻ കഴിയത്തക്ക രീതിയിൽ ക്രെഡിറ്റ് അവരിലേക്ക് കൊണ്ടുവരാൻ നേരത്തെ VV വിനോദ് സൂചിപ്പിച്ചതുപോലെ ക്രെഡിറ്റ് അവരിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു നീക്കമായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. അതാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത്. അതിൽ അദ്ദേഹം വിശ്വസിക്കുന്നത് ഇതിനകത്ത് കോൺഗ്രസിൻ്റെ ശക്തമായ ഒരു സമ്മർദ്ദം NSSന് മേൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശൻ വിശ്വസിക്കുന്നത്. മാത്രമല്ല ഓരോ ഘട്ടത്തിലും ഇപ്പോൾ BDJSനെ സംബന്ധിച്ചിടത്തോളം വെള്ളാപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ഇപ്പോൾ കേന്ദ്രത്തിന് മുന്നിൽ അവരുടെ ചില വിഷയങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് വോട്ടിംഗ് SNDPയുടെ വോട്ടിംഗ് പാറ്റേണുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ഉള്ള കോടതിയിൽ നിൽക്കുന്ന കേസിലടക്കം കേന്ദ്ര സഹായം BDJSനും തുഷാറിനും ഒപ്പം തന്നെ SNDPക്കും നേടേണ്ടതുണ്ട്. ഒപ്പം കേരളവുമായി ബന്ധപ്പെട്ട് നിൽക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് വേണ്ടി പ്രതിരോധം സൃഷ്ടിക്കുന്ന ഒരാളായി വെള്ളാപ്പള്ളി നടേശൻ മാറുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം രാഷ്ട്രീയ ലക്ഷ്യങ്ങളിലേക്ക് തങ്ങളെ കൂടി കൊണ്ടുപോവുകയാണോ എന്നുള്ള സംശയം എത്തി. മറ്റൊന്ന്, ഈ പത്മഭൂഷൺ ലഭിച്ചതിന് ശേഷമാണ് ഈ പെട്ടെന്നൊരു മാറ്റം എന്നുള്ളതാണ്. അത് കുറെ കൂടി BDJS അല്ലെങ്കിൽ ഈ വെള്ളാപ്പള്ളിയും കേന്ദ്രവുമായുള്ള ഒരു ബന്ധത്തെ കൂടി അടുപ്പിക്കുന്ന ഒരു സംശയം അവർക്ക് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതും നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. തീർച്ചയായും അത്തരം സാധ്യതകൾ ആണ് ഈ സഖ്യം പിരിയാൻ പശ്ചാത്തലം ഒരുക്കിയത് എന്ന് ഒരുപക്ഷെ SNDP കേന്ദ്രങ്ങൾ പോലും കരുതുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അപ്പോൾ സ്വാഭാവികമായും ഇനി വ്യക്തമാകേണ്ടത് NSSന്റെ തുടർ നീക്കങ്ങൾ എന്ത് എന്ന്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.